ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. ബജാജ് ഗോഗോ. വേരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ P7012 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ്. ഈ ഒരു മോഡലിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചാണ്. സർട്ടിഫൈഡ് റേഞ്ചായിട്ട് പറയുന്നത് 259 കിലോമീറ്റർ ആണ് കേട്ടോ. ഒരു ട്രൂ റേഞ്ചിലേക്ക് ഒരു 220-230 ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടുന്ന നിലവിൽ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഓട്ടോയാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കിയേക്കാമെന്ന് വെച്ചു. പിന്നെ ഈ മോഡലിന് കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ലുക്ക് കാണുമ്പോഴത്തേക്കും അറിയാം. നമുക്കറിയാം ബജാജിൻ്റെ ഓട്ടോസ് കുറേ വർഷങ്ങളായിട്ട് തന്നെ പ്രൂവ്ഡ് ആണ് നമ്മുടെ വിപണിയിൽ. ഇപ്പം ഇലക്ട്രിക് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ 2023 ആദ്യമായിട്ട് 5009 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് വരുന്നത്. അതായത് ഇതൊരു സ്മോളർ സൈസ് ആയിരുന്നു. ഈ കാണുന്ന വേരിയൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ചിലേക്കുള്ളതും പിന്നെ ടോപ്പ് എൻഡിലേക്ക് കുറച്ചുകൂടെ സൈസ് കൂടിയിട്ടുള്ള 9018 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലൂടെ എന്തായാലും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി റേഞ്ച് കൂടിയിട്ടുള്ള മോഡലാണ്. ഇപ്പോൾ എന്തായാലും ഈ ഓട്ടോനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ സൈഡിൽ നിന്ന് റേഞ്ച് കൂടുതൽ കിട്ടുന്ന, ഇപ്പോൾ കോമ്പറ്റീറ്റീവ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റേഞ്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മോഡലാണിത്. അതായത് ഈ ഒരു ട്രൂ റേഞ്ചിലേക്ക് ഒരു 220 കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ഒരു ആവറേജ് ഓടുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 180 കിലോമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം ഓടാൻ വേണ്ടി പറ്റുക. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഫുൾ ചാർജ് നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഫുള്ള് ലാവിഷായില്ലേ. പിന്നെ നമുക്കറിയാം ഇലക്ട്രിക് ഓട്ടോസ് ഒരുപാട് നമ്മുടെ വിപണിയിൽ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് ഡീസൽ വണ്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ട് രീതിയിലേക്കാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ബജാജിൻ്റെ ഈ ഒരു ഓട്ടോയുടെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അതായത് CNG ഡീസൽ ഓട്ടോസിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതേ രീതിക്ക് തന്നെയുള്ള ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ആയതുകൊണ്ട് റേഞ്ച് കൂട്ടാൻ വേണ്ടി ബോഡിയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് സെയിം ഷാസിയും ബോഡിയൊക്കെ പക്ക സ്ട്രോങ് തന്നെയാണ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും തന്നെ കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് രീതിയിലുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റും ടെയിൽ ലാമ്പ് യൂണിറ്റും തൊട്ടുള്ള കാര്യങ്ങൾ കാണാം. ബജാജ് ഗോഗോയുടെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൽ തന്നെ കാണുമ്പോഴത്തേക്കും അറിയാം വണ്ടിക്ക് അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ ആണെങ്കിലും ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഇലക്ട്രിക് ഓട്ടോനെ മറ്റ് ബ്രാൻഡ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഓൺ ബോർഡ് ചാർജറാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. 5 വർഷം സ്റ്റാൻഡേർഡ് വാറൻറ്റി കിട്ടുന്നുണ്ട്. അത് വളരെ മറ്റ് ബ്രാൻഡ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അതെന്തായാലും നമുക്ക് ഈ ഒരു ഓട്ടോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ വാറൻറ്റി സൈഡ് മോട്ടറും ബാറ്ററിയും ഇലക്ട്രിക്കൽ ആ ഒരു യൂണിറ്റ്സിനെല്ലാം തന്നെ 5 വർഷമോ അല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററോ സ്റ്റാൻഡേർഡ് വാറൻറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ബഡ്ജറ്റ് ഓൺ റോഡ് സബ്സിഡി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 4,10,000 രൂപയാണ് ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ അല്ലേ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഇലക്ട്രിക് ഓട്ടോയുടെ സെഗ്മെൻറ്റിൽ ഇതിൽ ഗിയർ ബോക്സ് വരുന്നുണ്ട്. അതായത് മോഡ്സിന് പുറമെ 2 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു ഗിയർ ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് റേഞ്ച് പാർട്ട് ഇത്രയും അധികം അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയുള്ളൊരു കാരണം. പിന്നെ നമുക്ക് ബാറ്ററി പാക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കവേർഡ് ആയിട്ടാണ് ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ളത്. 12.1 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അത് സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഞാൻ പറഞ്ഞില്ല, മറ്റു പല ഓട്ടോസിലും നമുക്കറിയാം തുറന്നിട്ടുള്ള സ്പേസ് കാണാം. അപ്പം നമുക്ക് നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു ലുക്കിനെയും അല്ലെങ്കിൽ സേഫ്റ്റി സൈഡിനെയും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഫുൾ കവേർഡ് ആയിട്ട് വളരെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ നമ്മുടെ ഡ്രൈവിംഗ് ആ ഒരു പോസ്റ്റർ. ഇനി ഈ ഒരു ഭാഗം ഒന്ന് നോക്കിയേ. അതായത് നോർമലി നമ്മുടെ ഇലക്ട്രിക് ഓട്ടോസിലൊന്നും കാണാത്തതും, അതായത് മറ്റു പല ഓട്ടോസിലും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഇഷ്യൂസ് കുറവുണ്ട്. ഇതിപ്പോൾ ബജാജിൻ്റെ നോർമൽ ഡീസൽ CNG ഓട്ടോസിൽ കാണുന്ന പോലെ തന്നെയുള്ള ഈ ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ നല്ല രസമാണ് കാണാൻ വേണ്ടി. കുറച്ചുകൂടെ ക്വാളിറ്റി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാർ ഒന്ന് നോക്കിയേ. ഇതിലെ സ്വിച്ചസ് നമ്മുടെ ബൈക്സിലൊക്കെ കാണുന്ന പോലത്തെ ക്വാളിറ്റി സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം 2 മോഡ്സ് ഉണ്ട്, എക്കോ മോഡുണ്ട്, പവർ മോഡുണ്ട്, 2 മോഡ്സ് ഉണ്ട്. ഇത് കൂടാതെ ക്ലൈം മോഡ് വരുന്നുണ്ട്, പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹിൽ ഹോൾഡും കിട്ടുന്നുണ്ട്. അങ്ങനെ ആയിട്ടുള്ള ആ ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡഡ് ആണ്. പിന്നെ ഞാൻ കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ സസ്പെൻഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള സസ്പെൻഷനാണ്. ഹാൻഡ്ലിങ്ങും ഓടിക്കാനൊക്കെ വളരെ കംഫർട്ടബിളാണ്. പവർ ഇപ്പം നോർമൽ എക്കോ മോഡിൽ പവർ നോർമൽ ഒരു പവറേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു പവർ ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് 50 km/h കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ പവറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഒരു ഓട്ടോയ്ക്ക് ഈ ഒരു പവർ ധാരാളമാണ് കേട്ടോ. കാരണം ഇതൊരു 50 ഒക്കെ എബോവ് അല്ലെങ്കിൽ ഒരു 60-70 എബോയിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. സേഫ്റ്റി ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. 50-ൽ തന്നെ ഇപ്പം നമ്മൾ പവർ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പുഷ് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ന്യൂട്രൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ച്. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ ന്യൂട്രലിലേക്ക് പോകും. പിന്നെ നമ്മൾ ഡ്രൈവിലേക്ക് കൊടുത്ത് പോകണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഡ്രൈവ് കൊടുത്താൽ മാത്രമേ ഡ്രൈവിൽ മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. അത് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. പക്ഷേ പെട്ടെന്നൊന്ന് ന്യൂട്രലാക്കണമെങ്കിൽ ജസ്റ്റ് 1 ടാപ്പ്, സിമ്പിൾ. അപ്പോൾ ഈ സ്വിച്ചസിന് താഴെ തന്നെ റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സും ഒരു ഹോണിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ്സ് ഓപ്ഷനും വൈപ്പറിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ജസ്റ്റ് ഫോൺ വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഓട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണല്ലോ മാപ്സ് ഒക്കെ ഇട്ട് പോകാൻ വേണ്ടി. പിന്നെ ഈ മോഡലിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ്, ടോട്ടൽ കിലോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം 92% വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്ന റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ 181 ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടിച്ചിട്ടുള്ള പ്രീവിയസ് ഡ്രൈവിലുള്ള ഒരു 5 to 10 കിലോമീറ്റേഴ്സ് ഉള്ള ഡ്രൈവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള റേഞ്ച് ആയിരിക്കും ശരിക്കും ഇതിൽ കാണിക്കുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം പല ടൈപ്പ് ഓഫ് ഒരു ഡ്രൈവിംഗ് സ്റ്റൈലായിരിക്കും. വൃത്തിയായിട്ട് ഓടിക്കുന്നവരുണ്ട്, കുറച്ച് റാഷായിട്ട് ഓടിക്കുന്നവരുണ്ട്. അപ്പം പൊതുവേ നമ്മുടെ ഡീസൽ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആവറേജ് മൈലേജ് ഒരു ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും അല്ലേ. പക്ഷേ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്യുറസി എപ്പോഴും ഒരു വ്യത്യാസം പലപ്പോഴും കാണിക്കാറുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവറിൻ്റെ ബിഹേവിയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റും ഒരു ഓറഞ്ച് ലൈറ്റും ഉണ്ടാവും. ഗ്രീൻ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ ബെറ്റർ റേഞ്ച് കിട്ടും കേട്ടോ. അതുകൂടാതെ ഇതിൽ റീജനറേറ്റീവ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജും റേഞ്ച് പാർട്ടിൽ നമുക്ക് കുറേ ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ധാരാളമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ധാരാളം പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കംഫർട്ടൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള കംഫർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി സസ്പെൻഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം 2 സൈഡും ഓപ്പൺ ചെയ്യാവുന്ന ഡോർസ് നോക്കി, നല്ല ധാരാളമായിട്ടുള്ള സ്പേസ് ഉണ്ട്. 3 പേർക്ക് പ്ലസ് ലഗേജ് ഒക്കെ ധാരാളമായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു കാറ്റഗറി ഓട്ടോസിൽ റിയർ സൈഡ് നമുക്ക് കാറിലൊക്കെ പറയുമ്പോൾ ബൂട്ട് സ്പേസ് എന്ന് പറയില്ലേ, ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഒരു പെട്ടിയോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ലഗേജ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ധാരാളമായിട്ടുള്ള സ്പേസ് ഈ ഒരു ഓട്ടോയ്ക്കുണ്ട്. ശരിക്കും റിയർ സൈഡിലെ സ്പേസ് അറിയണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കണം കേട്ടോ. നമ്മൾ കാസിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെയുള്ളൊരു ഭാഗം. അതുപോലെ തന്നെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ലഗേജ് വെക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇതുപോലത്തെയുള്ള ഓട്ടോയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ആളുകൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണല്ലേ. ഇനി മോട്ടറിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ 5.5 കിലോവാട്ട് പവറും 40 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ്. അത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പുറയിലും മഡ് ഫ്ലാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ടയറിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഷാഫ്റ്റിലേക്കും അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ ചെളി അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സ്പെയർ വീലൊക്കെ ഇരിക്കുന്ന എവിടെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കബിളാണ്. സ്പെയർ വീല് പ്ലസ് നമുക്ക് ചാർജർ ഇവിടെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തും വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാക്സിമം സ്പേസ് എന്തായാലും ഈ ഒരു ഓട്ടോയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അതായത് ഒരു 4.5 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവുന്നുണ്ട്. അതായത് 259 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചും പിന്നെ ഒരു 4 മണിക്കൂറിൽ 80% ആവുന്നുണ്ട്. ഒരു 4 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടുക പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വൈകുന്നേരമൊക്കെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് രാത്രി ഫുള്ളൊന്ന് കണക്ട് ചെയ്ത് ഫ്ലഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ്. അപ്പോൾ ഓവറോൾ ബജാജ് ഗോഗോ 7012ൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്തു. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറേ അധികം അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറയേണ്ട മെയിൻ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ബജാജിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ്, ഓതറൈസ്ഡ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂംസ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 73 ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും സർവീസും സെയിൽസും നമുക്ക് അവൈലബിൾ ആണ്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പരിഹരിക്കാൻ നല്ലൊരു ടീമും നമുക്കിപ്പോൾ ഉണ്ട്. അതേപോലെ ഇലക്ട്രിക് ഓട്ടോ എന്ന് മനസ്സിൽ വരുമ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ഓട്ടോ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ എത്രത്തോളം ലാഭം ഉണ്ടാവും എന്ന് എപ്പോഴും ഒരു സംശയം ഉണ്ടാവില്ലേ. അത് ഞാനിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഡെയിലി നമുക്കൊരു 180 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെന്ന് വെച്ചു. ഡീസൽ അതേപോലെ ഇലക്ട്രിക് വെച്ചിട്ടൊന്ന് കമ്പാരിസൺ നോക്കാം. ശരിക്കും ഒരു ആവറേജ് ഡീസൽ ഓട്ടോയിൽ ഒരു 5 ലിറ്ററോളം ഫ്യൂവലാണ് ഒരു 150 കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും 10 യൂണിറ്റാണ് വരുന്നത്. പിന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് 10 റുപ്പീസും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു 96 റുപ്പീസോളമാണ്
ഇലക്ട്രിക് ഓട്ടോ ഒരു ദിവസം ഓടാൻ വേണ്ടി എടുക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരു ഡീസൽ ഓട്ടോ ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 480 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡെയിലി ഒരു പ്രോഫിറ്റ് ലെവൽ നോക്കി കഴിഞ്ഞാൽ 384 രൂപയോളം ഡെയിലി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 to 11,000 രൂപയോളം കിട്ടുന്നുണ്ട്. ഒരു 5 വർഷത്തെ ഒരു പ്രോഫിറ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു കാൽക്കുലേഷൻ വരുന്നത് കേട്ടോ. അപ്പം ശരിക്കും നമ്മുടെ ഡെയിലി പർപ്പസിലേക്ക് നല്ല രീതിയിൽ ഓട്ടോ ഓടുന്ന ആളുകൾക്ക് എന്തായാലും ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റുകളായിരിക്കും. ബജാജ് എന്ന ബ്രാൻഡ് ട്രസ്റ്റും പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി പാക്ക് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്താണ്. 5 വർഷമോ അല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററോ മോട്ടർ, ബാറ്ററി, ഇലക്ട്രിക്കൽ യൂണിറ്റ്സിനെല്ലാം തന്നെ ആ ഒരു വാറണ്ടി കിട്ടുന്നുണ്ട് സ്റ്റാൻഡേർഡായിട്ട്. അതേപോലെ ഇൻബിൽറ്റ് ചാർജർ 5 വർഷം വാറണ്ടിയിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തൊട്ട് കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രൈസിങ് നോക്കിയാലും സബ്സിഡി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 4,10,000 രൂപയോളം ഓൺ റോഡ് പ്രൈസിലേക്ക് നമുക്ക് ഈ ഒരു വാഹനം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ഒരു ഗുഡ് പാക്കേജിലല്ലേ ഈ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.